ഇവിടെ എത്തിയത്. നാളെ രാവിലെ പോലെ തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ച് റിപ്പോർട്ട് ഉടൻ നൽകണമെന്നുള്ളതാണ് എല്ലാ മുഴുവൻ കാര്യങ്ങളും ഇതിനകത്തേക്ക് നയിച്ച സംഭവങ്ങൾ അടക്കമായിരിക്കും അന്വേഷിക്കുന്നത്. ഏത് രീതിയിലൊരു അന്വേഷണമാണ് തുടക്കമിടുന്നത്? എങ്ങനത്തെ ആദ്യം ഇവിടെ വന്നിട്ട് ഇവിടെ പ്രാഥമികമായി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ ഇവിടുത്തെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനോട് മെഡിക്കൽ കോളേജിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഒരു കാരണവശാലും ഉണ്ടായില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. കെട്ടിടം തകർന്ന ഒരു വിഷയമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഒരു വാർഡിൻ്റെ എൻഡിൽ സംഭവിച്ച ഒരു സ്ലിപ്പാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഞാൻ അതിനെക്കുറിച്ച് വിശദമായി കണ്ടിട്ടില്ല. എനിക്ക് കാണാതെ എനിക്ക് പറയാം. 3 നിലയുടെ കെട്ടിടമാണ്. അതിൽ 2 നിലയിലെ ബാത്റൂം അടച്ചിരുന്നു, പക്ഷേ മുകളിലത്തെ നിലയിലെ ബാത്റൂം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു അത് വിശദമായി എനിക്ക് പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായ മറുപടി പറയാനായിട്ട് പറ്റുള്ളൂ. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടില്ല. ഞാൻ നാളെ രാവിലെ തന്നെ വന്നിട്ട് അന്വേഷണം ആരംഭിക്കും. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ. ഞാനൊരു ഒരാഴ്ച ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് പ്രതികരിച്ചത്. കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്നത് അത് പഠിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദമായിട്ടുള്ള പഠനം ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്തായാലും അല്പസമയം കോട്ടയം ജില്ലാ കളക്ടറാണിപ്പോൾ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ്.